ഈ ബാറ്റ് കാരണം ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബാറ്റ് കാരണം സിനിമയിലെത്തിയ ഒരാളാണ്. ആ ഒരു കഥ എങ്ങനെയാ? അത് ഒമറിലൊരു ഇതേപോലെ എൻ്റെ ഒരു ബാറ്റിന്റെ പ്രൊമോഷന്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചാൽ ബാറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ബാറ്റ് മാത്രം ഇപ്പോഴും കൊടുത്തില്ല. സ്വന്തമായിട്ട് കമ്പനി തുടങ്ങിയിട്ട് ആ ബാറ്റ് ഞാൻ കൊടുക്കും. അങ്ങനെ ആളെന്നെ വിളിച്ചു ബാറ്റ് എടുക്കാൻ വരാന്ന് പറഞ്ഞു. ഈ ആളെ വിളിച്ചെന്ന് കയറില്ല. ഞാൻ അനിമല് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ വിളിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ലൊക്കേഷൻ ഇവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആള് ബാറ്റ് എടുക്കാൻ വന്നു, ബാറ്റ് കൊടുത്തു. പക്ഷെ ആൾക്ക് എന്നെ അറിയായിരുന്നു, വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ ആൾക്ക് കുറെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് മുമ്പ്, ചാൻസ് ഒക്കെ ചോദിച്ചിട്ടൊക്കെ. ഇതൊന്നും സീനാക്കിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് സീനാക്കി. പിന്നെ അപ്പൊ അങ്ങനെ വിളിച്ച് ഇങ്ങനെ പടം തുടങ്ങുന്നുണ്ട്, അതിലിങ്ങനെ ഒരു സീനുണ്ട്, ഒരു ഗുണ്ടയുടെ റോഡുണ്ട്. ചെന്നപ്പോ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ ചെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ആ സീനിന് ഡയലോഗ് ഇതൊക്കെ കുറവാ, ഇതിൽ പോലീസുകാരൻ റോൾ ഉണ്ടാകും നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ സീൻ അഭിനയിച്ചതാണ് ഞാൻ പോലീസുകാരനായിട്ട്. പടം തുടക്കം തൊട്ട് അവസാനം വരുന്നു പിന്നെ പോലീസുകാരനായിട്ട്. അതുകൊണ്ട് ആർക്കും ഇങ്ങനെ പെട്ടെന്ന് അടുത്ത് തുടക്കത്തെ സിനിമയിൽ ഒരു 6-7 സീനിൽ ഡയലോഗ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടില്ല. എല്ലാവരും ആയിട്ട് എനിക്ക് കോമ്പിനേഷൻ കിട്ടി. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, മൊട്ടരാജേന്ദ്രനൊക്കെ കരുത്തിൽ ഞാനാ മറ്റേ കോഴീനെ പിടിച്ചോണ്ടിരുന്നത്. പക്ഷെ ഭാഗ്യം വന്ന വഴികൾ എങ്ങനെയൊക്കെയാ അല്ലെ? ഒരു ബാറ്റ് കാരണം സിനിമയിലെത്തുക, തൊട്ടടുത്ത വീട്ടിലെ ഒരു ഫേസ്ബുക്ക് കാരണം ജീവിതം സെറ്റ് ആക്കുക അല്ലേ?